ഹായ് ഗായ്സ്, അപ്പോൾ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എല്ലാവർക്കും ഞങ്ങളെ വക ഈദ് മുബാറക്. അപ്പോൾ ഫസ്റ്റ് തന്നെ പള്ളി പോകണം. അപ്പോൾ ഇന്ന് അതിൻ്റെ പരിപാടികളായിട്ട് നമുക്ക് കാണാം. ഓക്കെ, കോഴിപ്പൊരി ചുവപ്പ് കളറില്ലാത്ത പച്ച കളറോ? ഇത് പെരി ഉണ്ടാക്കണം. ഇതൊന്ന് പോയി അതിന്റെ പേരില് ഏത് ഏത് അങ്ങനെ ബിരിയാണി ചെമ്പൊട്ടിച്ച് വരുന്നുണ്ട്. ഇന്നത്തെ സ്പെഷ്യൽ ബിരിയാണി. ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്. വേറെക്കല്ലുണ്ടപ്പോ അങ്ങനെ അവിടെ ബിരിയാണി ഒക്കെ കൊടുന്നു. ബിരിയാണി പിന്നെ നല്ല ചിക്കൻ പൊരി ഉണ്ട്. അതാ എന്നാ തൊടിപ്പാ ബീഫ്. പിന്നെ ഇത് നമ്മളെ സാലഡ്. ഐഷ് ബാപ്പന്തോ കൂട്ടിട്ടുണ്ട്. എന്താ ഇത് ബാപ്പാക്ക് സ്പെഷ്യൽ? നിങ്ങൾക്ക് എന്താ നിങ്ങൾ വേറൊരു ഇത്? നിങ്ങൾക്ക് മാത്രം എന്താ വേറെ പ്ലേറ്റ്? എന്താണ് ഓർക്ക് ഞങ്ങളെ പള്ളിക്കന്ന് എന്താ SYS ബീംപൂരി പെരുന്നാളിൻ്റെ ഒരു ചെറിയ ഒരു സന്തോഷം. അപ്പോൾ അവരൊക്കെ ഇവിടെ ഉണ്ട്, നമ്മുടെ ഉണ്ട്. നീ ഇരിക്കല്ലേ? ചോറ് കഴിക്കാം. ഓക്കെ അല്ലേ? ഓക്കെ. ഇതോ ആ ചോറൊന്നും പാടെ വേണ്ടിരുന്ന അതാണ് ചെമ്പര് കണ്ടാണ്. ആ ഇറച്ചി ഇതുണ്ടമ്മ, ഈ ചോറിലുണ്ട്. അങ്ങനെ വീട്ടിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞാണ്ട് ഇപ്പൊ ഞങ്ങളെ വീട്ടിലേക്ക് എത്തി. അപ്പൊ ഇനി കുറച്ചു നേരം ഇവിടെ കൂടാ. തപ്പിടോ ഫോട്ടോ തിരക്കില്ല. കിട്ടിയോ? നോട്ടാന്റെ ഫോട്ടോസ് കാട്ടിക്കൊടുത്തു. നോട്ടെ നോട്ടെ ഒന്ന് കാട്ടി. പച്ചക്കുപ്പായം നോട്ടെ. ഇതൊന്നും അടങ്ങി തേങ്ങ നോട്ടെ. എന്താ ഫോട്ടോ? ഫോട്ടോ എടുത്തരാൻ നമ്മളുള്ളൂ. ഫോണിൻ്റെതാണ്. അല്ലല്ല ഫോണിൻ്റെതാണ്. വെച്ചാണ് പച്ച കുപ്പായം തിളങ്ങി. ഈ കുപ്പായം അടുത്തത് ഇതോടെ
ഇതാ തപ്പുളിന്റെ തപ്പുളിന്റെതാ എന്താ പ്ലാനിങ്? ഫുഡൊക്കെ കഴിച്ചു ജോയിക്ക് പോരണോ കുട്ടി വേണ്ട അവിടെ. അപ്പൊ ഞങ്ങള് പോവാണ്. അപ്പൊ ഓക്കെ അതിന് കൊണ്ടുപോയ പണി കയറി അതൊന്നും ഒളിച്ചു. ടാറ്റാ. ഹായ് ഹലോ. അങ്ങനെ നമ്മളെ പെരുന്നാളിന്റെ ക്ഷീണം, ഉച്ചക്കത്തെ ക്ഷീണൊക്കെ മാറ്റി എന്റെ വീട്ടിലേക്ക് പോവാണ്. ഇതിന്റെ ഇടയിൽ കൊറേ വീഡിയോസ് ഉണ്ടായിരുന്നു, ഒന്നും എടുത്തിട്ടില്ല, മറന്നുപോയി ഒക്കെ. പെരുന്നാളിന്റെ തിരക്കും പിന്നെ സത്യം പറയാൻ മറന്നുപോയില്ലേ? സത്യം മറന്നുപോയി. ഭയങ്കര ചൂടല്ലേ ഇപ്പൊ, അതൊന്നും ആലോചിച്ചില്ല. എങ്ങനെയും വീട്ടിലെത്തിയാണ്ട് കിടക്കാനാ വിചാരിച്ചത്. പുറത്തേക്കൊന്നും ഇറങ്ങാൻ കഴിയൂല ഉച്ചക്കൊന്നും, ഭയങ്കര ചൂടാണ്. വെയില് ഇപ്പോഴും ആ ചൂട് മാറിയിട്ടില്ല. ഇപ്പൊ വൈകുന്നേരമാണ്. ഞാൻ പറയട്ടെ, അതായത് ഞങ്ങള് വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചിക്കാണ്ട് നേരെ ഞങ്ങൾ ഫോട്ടോഷൂട്ടിലേക്ക് പോയി മഞ്ചേരി. അപ്പൊ മുത്തു കുട്ടിപ്പ ഫോട്ടോഷൂട്ട് എന്ന് പറഞ്ഞാല് നമ്മളെ ഫോട്ടോഷൂട്ട് അങ്ങനെ പറയണം. വലിയ ഫോട്ടോഷൂട്ട് ഒന്നുമില്ല, ജസ്റ്റ് നമുക്ക് ഇതിന് ഇടാൻ പറ്റിയ 2 ഫോട്ടോസ് എടുക്കാൻ വേണ്ടി. അങ്ങനെ എടുക്കാൻ വേണ്ടി അതൊക്കെ പോയി. ഞാൻ കൊറേ നേരം ഒരു 2 മണിക്കൂറോ അതിന് പോയിട്ടുണ്ട്. അതൊന്നും വീഡിയോയിൽ ഉണ്ടാവില്ല കേട്ടോ, കാരണം അതിനൊന്നും വീഡിയോ എടുക്കാൻ മറന്നുപോയി. പിന്നെ നേരെ ഫോട്ടോസ് എടുത്തതൊന്നും ഇങ്ങനെ എടുത്ത് പോരാന്നുള്ള രീതിയിൽ ചൂടും വെയിലും. പിന്നെ ആ പരിപാടി കഴിഞ്ഞാണ്ട് പെങ്ങളോടെ പോയി അവിടെ കുറച്ചു നേരം നിന്ന്. അവിടുത്തെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല, ഒക്കെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇപ്പൊ ഇങ്ങോട്ട് പോണത്. ഇവിടെ വീട്ടിക്ക് കൊണ്ടോട്ടിക്ക് ഓളെ കൊണ്ടാക്കാൻ വേണ്ടി പോണത്. അപ്പൊ അത് കഴിഞ്ഞ് കറക്റ്റ് ആയിട്ട് ഉണ്ടാവുള്ളൂ. നമ്മൾ ഔട്ട്ഫിറ്റ് ഒന്നും കാണിച്ചില്ലല്ലോ, ഒന്നുമേ കാണിച്ചിട്ടില്ല. ഏതായാലും ഒന്നാമത് ഇതെന്ത് സംഭവം എന്ന് വെച്ചാല് നമ്മള് വ്ളോഗ് ഇങ്ങനെ തുടങ്ങി വരുന്നല്ലേ ഉള്ളൂ. അപ്പൊ അതിൻ്റെതായ കുറെ പ്രശ്നങ്ങളുണ്ട് നമുക്ക്. കാരണം നമ്മള് വ്ളോഗ് എടുക്കാൻ മറക്കുകയാണ്. സത്യം പറഞ്ഞാൽ അതാണ് കാര്യം. അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ഇപ്പൊ വ്ളോഗ് സ്ഥിരമായിട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ടാവില്ലേ, കണ്ടിന്യൂ വരുന്നുള്ളൂ. അപ്പൊ അതിൻ്റെതായ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അത് നമ്മക്ക് തീർക്കണം. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇപ്പൊ ഇതിന്റെ ചെറിയ ചെറിയ വിശേഷങ്ങള് എല്ലാം മറന്നുപോയി. വണ്ടി തിരിച്ചേ പെരും ബ്ലോക്ക്. നമുക്ക് പെരുന്നാളായിട്ട് മോങ്ങം ഭാഗം ഭയങ്കര ബ്ലോക്കാണ്. അപ്പൊ നമ്മള് കുറുക്ക് വഴിയിലൂടെ പോകാൻ. പക്ഷെ എന്നാലും നമ്മൾ അവിടെ മോങ്ങത്തിലെത്തുള്ളൂ. മോങ്ങത്ത് പക്ഷെ ഇത്രയും ബ്ലോക്ക് എന്നാലും അവിടെ മൊറയൂരൊക്കെ ബ്ലോക്ക് തന്നെ അതേപോലെ. നമുക്ക് ഇന്ന് ഉള്ളോട്ട് കൂടെ പോയാലോ? ഉള്ളോട്ട് കൂടെ അങ്ങനെ കൊണ്ടോട്ടിക്കാട് ആ ഒയ്കൂർ കൂടെ പോയാണ്ട് അത്രങ്ങാനൊന്നുമില്ല, കുറച്ചുള്ളൂ. ഈ പോണ ലോങ് തന്നെ അത്രേ ഉള്ളൂ. അത് നല്ല പോകണ്ടേ. ഇതെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഷോർട്ട് എടുത്താണ് നേരെ മോങ് കഴിഞ്ഞാൽ പിന്നെ അധികം ബ്ലോക്ക് ഉണ്ടാവില്ല. മോങ് കഴിഞ്ഞാൽ ഇങ്ങനെ ഹിൽ ടോപ്പിന്റെ അവിടെ വരെ ബ്ലോക്ക് കേൾക്കാരം. പാട് ബാവാ, ഗായകനല്ലേ, വലിയ ഗായകൻ. മറ്റേ അതായത് വേണ്ട വേണ്ട, അമ്മാതിരി സംഭവങ്ങളൊന്നും ചരിത്രങ്ങളൊന്നും ആവശ്യമില്ല. നിക്കാഞ്ഞാണ്ട് ഒരു പാട്ട് പാടി അടച്ചോനെ, ആ വോയിസിന്റെ അടുത്ത് ഇല്ലാത്ത നന്നായി. അത് നീ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഒരു ചെറിച്ചുള്ള ഒരു വകുപ്പുണ്ടായി. അതെ, നല്ല രസമുണ്ടായിരുന്നു. ഞാൻ പാടും. അതെ, ഇത് പാടുന്ന എനിക്കറിയാം. പാടപ്പോ എല്ലാരും പാടും. ഈ നല്ല നമ്മള് പിന്നെ ഞാനും അത്ര വലിയ ഗായകനൊന്നല്ല, അതുകൊണ്ടൊന്നും മിണ്ടാതിരുന്നോ. അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയാം. ഈ റൂട്ടിലൊന്നും അധികം വണ്ടികൾ പോകലില്ല. പക്ഷെ പെരുന്നാളായിട്ട് തോന്നണ
നല്ലോണം വണ്ടികളുണ്ട്. ഇവിടെ പോയാലും നല്ല തിരക്ക് തന്നെ കയറാം. അതെ, പെരുന്നാളായിട്ടാണ്. വിഷയാണ് ഗായ്സ്. അയ്യോ അയ്യോ, സൂര്യൻ സൂര്യൻ മഞ്ഞ സൂര്യൻ മഞ്ഞ സൂര്യൻ ബാക്കിലേക്ക് സോയി കിടക്കണത് ഇങ്ങനെ താടക്ക് കച്ചെടുത്ത് കിടക്കും. ഉറങ്ങാണ്. ഒക്കെ ക്ഷീണിച്ചിക്കണ്. ഒന്നാമത് ഈ ചൂടായോണ്ട് കുട്ടികൾക്കൊന്നും ഡ്രസ്സ് മാറ്റിയിട്ട് നടക്കാറിഞ്ഞാല് സീന് പരിപാടിയാ. നമ്മളൊന്ന് അങ്ങോട്ടോ അങ്ങോട്ടോ മാറിയാല് അപ്പോത്തിനും ഒരു ഡ്രസ്സില് ഫുള്ളും ഇപ്പൊ പൊടിയും. നമ്മളെ മുറ്റത്ത് പറഞ്ഞ പിന്നെ പ്രത്യേകിച്ച് പൊടിയാ, ഫുള്ള് പൊടിയാണ് അവിടെ. പിന്നെ അതുമല്ല നമ്മളെ പോലല്ലല്ലോ, ഐറ്റങ്ങൾക്ക് പെട്ടെന്ന് കൊയക്കാവുമല്ലോ കുട്ടികൾക്ക്. ഈ ഫോട്ടോഷൂട്ടിനൊക്കെ പോന്നപ്പോ കുട്ടികളൊക്കെ കൊണ്ടുപോയണോ മര്യാദക്കുള്ള 2 ഫോട്ടോസ് പോലും കിട്ടി. ഒരു ഫോട്ടോസ് മര്യാദക്ക് കിട്ടണമെങ്കിൽ കിട്ടി, അല്ലാതെ ഒരു ഫോട്ടോസ് ഇതുവരെ കിട്ടിയിട്ടില്ല. ഐറ്റകള് പറഞ്ഞിട്ട് കാര്യമില്ല, പൊട്ടിത്തെറിപ്പിന്റെ നേരമാണ്, പിന്നെ ഒന്നും ചൂടുമാണ്. ഫോട്ടോസ് ഇനി കാണുന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ഇൻസ്റ്റാഗ്രാം പേജ് ഒക്കെ നോക്കിയാൽ എന്റെ ഇൻസ്റ്റയില് ഫോട്ടോസ് കാണൂലേ? പോസ്റ്റ് ചെയ്തില്ലല്ലോ. ഞാൻ ചെയ്തണല്ലോ, പോസ്റ്റ് ചെയ്ത് ഞാൻ ചെയ്തു. ഞാൻ ഇപ്പൊ പോന്നപ്പോ ചെയ്തു, കണ്ടിട്ടില്ല. ചെയ്തോ? ഞാൻ ചെയ്തു. ഫാസിൽ വിബിആറിലുണ്ട് ഫോട്ടോസ്. ഫാസിൽ വിബിആറിൽ ഫോട്ടോസോ? നിങ്ങളെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫാസിൽ വിബിആർ അടിച്ചാൽ തന്നെ എന്റെ കിട്ടും. അതായത് ഞാന് ഒരു കടലിൽ ഇങ്ങനെ, നിങ്ങളെന്താ ഒരു സംഭവ? നിങ്ങളൊരു സംഭവമാണോ? അതെ, 700-620 ഫോളോവേഴ്സ് ഉണ്ട്. ഫോളോവേഴ്സിലൊന്നുമല്ല കാര്യം. അതെ, അത് സൂര്യൻ. പിന്നെ എങ്ങനെ എനിക്ക് എങ്ങനെ ഫോളോവേഴ്സ് ഇത്ര വന്നത്? അത് ഞാൻ കൊറേ ഞാന് ഇൻസ്റ്റ തുടങ്ങിയത് എനിക്ക് തോന്നുന്നു 9ാം ക്ലാസ്സിൽ തുടങ്ങിയതാണ്. അതായത് ഒരു എത്ര വർഷമായി, ഒരു 6-8 വർഷമൊക്കെ ആയിട്ടുണ്ടാവും. 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. അപ്പൊ ആ ടൈമിൽ പറഞ്ഞാല് നമ്മളെ ക്രിഞ്ചല്ലേ, ക്രിഞ്ചിന്റെ അങ്ങേ തലേക്കാരം എല്ലാ ഫോട്ടോസും പോസ്റ്റ് ചെയ്യാം. പക്ഷെ ഇന്റെ തല്ലേക്കാരം അധികം പോസ്റ്റ് ചെയ്യാ. അങ്ങനെ കൊറേ സംഭവങ്ങൾ. പിന്നെ ഫുൾ നിക്കാതെ സ്റ്റോറി ഇടലേ. അതൊന്നല്ല, ഒരു പെണ്ണാണ് മെയിൻ. അതാണ് ഒരു പെണ്ണായ അങ്ങനൊന്നുമില്ല. അതല്ല, ഞാൻ ഫുൾ സ്റ്റോറി ഇടും. അതായത് ഈ ലോലത്തരങ്ങളൊക്കെ അന്നത്തതല്ലേ. പിന്നെ ഇപ്പൊ മറ്റേ ഹൈലൈറ്റിലൊക്കെ ഉണ്ടാവും ഞാൻ സ്റ്റോറീസ്. ഹൈലൈറ്റില് പറഞ്ഞാൽ നമ്മള് ഹൈലൈറ്റില് സേവ് ആക്കിയിട്ടുണ്ടാവൂല, പ്രൊഫൈലില് കാണൂല. പക്ഷെ നമ്മള് ഹൈലൈറ്റിൽ എടുത്തു നോക്കുമ്പോഴല്ലേ, ഹൈലൈറ്റിൽ എടുത്തു നോക്കൂലേ, അപ്പൊ നമ്മള് കൊറേ സ്ക്രോൾ ചെയ്ത് പോകുമ്പോ മുമ്പൊക്കെ ചെയ്തത്. അമ്മേ, അതൊക്കെ ഒരു കാലം. അപ്പൊ താങ്കൾ ഒരു ലോല ഹൃദയനാണ്. അതെ, ലോല ഹൃദയനാണ്. എന്ത് ചെയ്യും നമ്മൾ? എവിടെ എത്തി നമ്മൾ? പൂക്കോട്ടൂർ എത്തിയോ? പൂക്കോട്ടൂരോ? സോറി, പൂക്കോൾത്തൂര്. എല്ലാ സ്ഥലത്തിനെ കുറിച്ച് നല്ല ഐഡിയ ഉള്ള ആളാണ് ഓള്. പൂക്കോൾത്തൂർ മാറ്റി പറഞ്ഞാണല്ലോ. ഇവിടെയും ബ്ലോക്ക് തന്നെ. പക്ഷെ ഇതില്ലേ, ഇതെന്ന് പറയണത് അരീക്കോട് റോഡ്, അങ്ങനെ എളയൂര് ആ റോഡാണ്. എളയൂര് അങ്ങനെ ആണ് തോന്നുന്നുണ്ട് കേട്ടോ. നേരെ പോണത് കാരാപറമ്പക്ക്, ഇങ്ങോട്ടാണ് ഒഴുകൂര്. അതായത് നമ്മളെ ഇടത്തെ ഭാഗത്തേക്ക് ഒഴുകൂര്, കൊണ്ടോട്ടി. ഇങ്ങോട്ട് ശരിക്കും ഓർമ്മയില്ല. അല്ല, ഇത് താഴത്തേക്ക് പോയ ഒഴുകൂർക്ക് ചാടും, ഒഴുകൂരിന്ന് കൊണ്ടോട്ടിക്ക് ചാടും. നേരെ പോയ കാരാപറമ്പ്. ഇങ്ങോട്ട് എനിക്ക് തോന്നണത് മറ്റേ എളയൂര് കാവനൂര് ആ റൂട്ടാണ് തോന്നുന്നുണ്ട് കേട്ടോ. ബ്ലോക്ക് നീങ്ങണില്ലല്ലോ ഭാവാ. ചെക്കന്മാരുണ്ട് നാട്ടിലത്തെ. ഈ കാര്യത്തിനൊക്കെ നമ്മള് മലപ്പുറം ജില്ല കഴിഞ്ഞിട്ട് വേറെ ആൾക്കാരുള്ളൂ. ഇങ്ങനത്തെ ബ്ലോക്ക് നിയന്ത്രിച്ചാ നോക്കി നാട്ടുകാർ ഇറങ്ങിന്. അവിടെ എന്തോ ഉണ്ട് തോന്നുന്നുണ്ട്. അതാണ് ഇങ്ങനെ ബ്ലോക്ക്. എന്ത് ബ്ലോക്ക്? പെരുന്നാളല്ലേ, അതുകൊണ്ട് തന്നെ. അതുകൊണ്ടാ. അങ്ങോട്ടൊക്കെ അത്രയും മോങ്ങത്തിന് കാട്ടുണ്ടോ അവിടെ? എന്റെ ബുദ്ധിയാട്ടോ അതികൂടെ പോരുന്നത്. കാരണം അതല്ലേ, ഇങ്ങനെ വണ്ടി ഉണ്ടാവലില്ല ഇവിടെ. ഞാൻ അതുകൊണ്ടാട്ടോ. ഇത് പെരുന്നാളല്ലേ, പെരുന്നാളിന്റെ തന്നെ ഇക്കാരം.
ബസ് വിളിച്ചു പോവാൻ എന്നോട് ഇജ്ജ് ബസ് വിളിച്ച് പോയിക്കോ എത്തത് അല്ല ഞാൻ അവിടുന്ന് ഇങ്ങോട്ടെങ്ങനെ വരിക ബസ്സിൽ പോവാൻ വിഷയമൊന്നുമില്ല പക്ഷെ എനിക്ക് ഈ 2 കുട്ടികളെ കൊണ്ട് പോകാനാണ് അല്ല ഞാൻ അവിടുന്ന് ഇങ്ങോട്ടെങ്ങനെ വരിക നീ അതിങ്ങള് പറന്നു വന്നാൽ എനിക്കൊരു പ്രശ്നമില്ല എനിക്ക് എന്റെ വീട്ടിലെത്തിയാ മതി എന്റെ വീട്ടിലെത്തണല്ല ഞാനിത് അവിടുന്ന് എങ്ങനെ ഇങ്ങോട്ട് വരിക അതൊക്കെ എങ്ങനെയാലും വന്നു എനിക്കതൊന്നും വിഷയമല്ല ഈ ബ്ലോക്ക് മൊത്തം താണ്ടിട്ട് ഇങ്ങോട്ട് വരണോ പെരുന്നാളല്ലേ സാരല്ല പെരുന്നാള് എനിക്ക് ഇങ്ങനെ ബ്ലോക്ക് കാണുമ്പോഴേ എന്റെ വീട്ടിൽ ആദ്യമായിട്ട് എനിക്ക് ഇങ്ങനെ ഈ ബ്ലോക്ക് കാണുമ്പോഴേ ഒരു മെമ്മറി ഉണ്ട് എന്റെ വീട്ടിൽ ആദ്യമായിട്ട് കാറ് വാങ്ങി കൊറേ കാലം മുമ്പുള്ളതാട്ടോ എന്നിട്ട് ആ കാറ് കിട്ടിയപ്പോ ഫസ്റ്റ് ആയിട്ട് ഇപ്പാക്കെ ഡ്രൈവിംഗ് അറിയുള്ളൂ ഞൂനൊന്നും അറിയില്ല പക്ഷെ ഇപ്പൊക്കെ പറഞ്ഞ ധൈര്യം തീരെയില്ല പേടിയാണ് വണ്ടി ഓട്ടം അറിയും പക്ഷെ പേടി അങ്ങനത്തെ ആളാണ് അപ്പൊ ഒരു ദിവസം അമ്മായി വെള്ളാമ്പറുള്ള അമ്മേന്റെ വീട്ടിലേക്ക് പോവാന് ആദ്യമായിട്ട് കാർ എടുത്തന്ന് പെരുന്നാളാണ് പെരുന്നാളിന് ഇങ്ങനെ ബ്ലോക്ക് ഉണ്ടാവും നമ്മള് വിചാരിച്ചിട്ടില്ല കാരണം കാർ എടുത്ത് പോകുമ്പോ നമ്മൾ ആദ്യമായിട്ടല്ലേ കാർ എന്റെ ചെറിയ അമ്മായിന്റെ അടുക്ക് വെള്ളാമ്പുറത്തുള്ള അമ്മായിന്റെ അടുക്ക് അപ്പൊ മറ്റേ ഹിൽ ടോപ്പിൽ എന്തേലും ബ്ലോക്ക് അന്ന് ഹിൽ ടോപ്പിൽ ബ്ലോക്ക് ആയെന്ന് ഫുൾ ബ്ലോക്കായി ഇപ്പാക്ക് പിന്നെ പേടിയായി എന്താ ചെയ്യണ്ടേ പിന്നെ അങ്ങനെ പേടിച്ച് നല്ല പോയാണ്ട് ഇപ്പാക്ക് പിന്നെ പ്രഷർ വരും ഞങ്ങളൊന്നും മിണ്ടാനും പറ്റൂല ഇപ്പൊക്കെ നല്ലോണം കാറ് ഓട്ടി കയറും അറിയും പക്ഷെ പേടിയാണ് ഒരു ധൈര്യക്കുറവാണ് ഇപ്പോഴും ചെറുതായിട്ടൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും ഓട്ടു കിട്ടും കൊറേ കാലമായി ഓട്ടം തുടങ്ങിയിട്ട് ഓട്ടു പക്ഷെ ആ ധൈര്യക്കുറവാണ് അല്ലാത്ത പ്രശ്നമൊന്നുമില്ല എന്നിട്ട് എന്താട്ടി ആ ബ്ലോക്കിൽ ഇപ്പൊ മുമ്പൊക്കെ എടുത്തതാ കാറ് ബാക്ക് പോയി എന്നിട്ട് ബാക്കത്തെ ഒരു കാറിന് കൊത്തി ചടക്കങ്ങളെല്ലാം പേടിച്ചിന് കേട്ടോ പക്ഷെ ഇപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല അങ്ങനെ തട്ടില് മുട്ടലൊന്നുമില്ല പക്ഷെ എന്നാലും പേടിയാ അതാണ് ഈ ബ്ലോക്ക് കാണുമ്പോ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരും ആ സീനാണ് കാരണം ഞങ്ങളൊക്കെ ഉണ്ടായി അന്നൊക്കെ ഞാൻ ചെറുത് എനിക്കൊന്നും ഞാൻ 4-5 ഒക്കെയാണ് അന്നോ ആ അല്ല ഈ വണ്ടി പഠിച്ചു പറഞ്ഞാല് അത് പഠിച്ച ടൈം ഭയങ്കര രസമാണ് എനിക്കൊന്നും ഇപ്പൊ അന്നെ കിട്ടുന്ന ടൈം വണ്ടി ഓട്ടാൻ അറിയില്ലല്ലോ അതെ ഞാൻ വന്നോണ്ട വണ്ടി ഓട്ടാൻ പഠിച്ചതല്ലേ ബ്ലോക്കോ അവിടെയും ബ്ലോക്ക് തന്നെ പെരുന്നാളായിട്ടല്ലേ സാരില്ല നല്ല സൂര്യൻ അവിടെയും ബ്ലോക്ക് ആട്ടോ ഗൈസ് കാണുന്നുണ്ടോ അറിയൂല അവിടെ ഒക്കെ ഫുൾ ബ്ലോക്കാണ് നിങ്ങള് തൃപ്പനഞ്ച് ഉസ്താദ് കിട്ടിക്കണോ എനിക്ക് ആകെ സ്ഥലങ്ങൾ അറിയാം മഞ്ചേരി ടു വീമ്പൂര് ഇവളെ കെട്ടിയതിനു ശേഷം വീമ്പൂര് ടു കൊണ്ടോട്ടി അത് മാത്രമേ എനിക്കറിയുള്ളൂ പിന്നെ കോഴിക്കോട് ഇടയ്ക്കിടയ്ക്ക് പോണോണ്ട് കോഴിക്കോട് റൂട്ടും അവിടുത്തെ സ്ഥലങ്ങൾ മലപ്പുറം റൂട്ടോ മലപ്പുറം റൂട്ട് എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ അറിയാം അല്ല എനിക്ക് അറിയണ റൂട്ട് പറഞ്ഞാല് എനിക്ക് ഏകദേശം കുഴപ്പമില്ലാതെ പറഞ്ഞാല് ഇതേപോലെ കൊണ്ടോട്ടി ടു മലപ്പുറം കൊണ്ടോട്ടി ടു കോഴിക്കോട് അങ്ങനെ മഞ്ചേരി റൂട്ട് പിന്നെ അരീക്കോട് റൂട്ട് അങ്ങനെ അറിയട്ടെ അല്ലാതെ അറിയൊന്നുമില്ല കേട്ടോ ഈ റൂട്ട് പോവാ ഞാൻ സ്ഥിരം പോണ റൂട്ട് അത് സോറി കേട്ടോ ഇപ്പഴല്ല കേട്ടോ ആദ്യം കാരാപറമ്പ് വല്യമ്മന്റെ വീട് വല്യമ്മന്റെ വീട്ടിക്ക് ഞങ്ങള് വീട്ടിലുള്ള എല്ലാവരും കുടുംബം അങ്ങനെ പോകലുണ്ട് അങ്ങനെ മറ്റേ കൊണ്ടോട്ടി ടു കാരാറമ്പ് വരെ ഒരു ബസ് ഉണ്ടാവും അന്നിങ്ങനെ കണക്ക് ബസ്സിന് എന്താ 7 മണി മുതൽ 7 മണിക്ക് അങ്ങനെ കയറാം ഇത് ഞങ്ങള് ഈ റൂട്ടിൽ ഇങ്ങനെ ഒരു ബസ്സിൽ തന്നെ ഞങ്ങളെ ഫാമിലി മൊത്തം ഉണ്ടാക്കും നല്ല രസാണ് ഫാമിലി പിന്നെ ഒരു ബസ്സല്ല ഒരു 2-2.5 ബസ് കൊള്ളാൻ മാത്രമുള്ള ആൾക്കാരുണ്ട് മാഷാ അല്ലാഹ് ഞങ്ങൾ കൊറേ മെമ്പേഴ്സ് ഉണ്ട് ഇതാണ് തൃപ്പനഞ്ചി ഉസ്താദ് ഖബർസ്ഥാനുള്ളത് തൃപ്പനഞ്ചി ഉസ്താദ് അധികം ആൾക്കാരൊക്കെ കേട്ടിട്ടുണ്ടാകും അതാണ് ഇവിടെയാണ് തൃപ്പനഞ്ചി ഖബർസ്ഥാന് എന്റെ ഇപ്പാന്റെ ഫാമിലി എന്ന് പറഞ്ഞാല് ചെറിയ ഫാമിലിയാണ് ഞങ്ങള് മറ്റേ ഇപ്പ മൂത്താപ്പ എളാപ്പ പിന്നെ 2 അമ്മായികള് ഞങ്ങളത് പോലുള്ള ഞങ്ങളെ ഫാമിലി ഇവരെ ഫാമിലി എന്ന് പറഞ്ഞല്ലോ അതായത് ഇപ്പാന്റെ ഫാമിലി എന്ന് പറഞ്ഞാല് ഇപ്പ മൂത്താപ്പ അല്ലെ പിന്നെ 6 അമ്മായികളുണ്ട് അപ്പൊ 6 അമ്മായികളുണ്ട് കാരണം 6 അമ്മായികൾക്ക് പേരക്കുട്ടികളുണ്ട് പേരക്കുട്ടികളെ കുട്ടികളെ കെട്ടിക്കാനായതുണ്ട് അങ്ങനെയൊക്കെ അപ്പൊ ഞങ്ങള് കുറച്ച് ആൾക്കാരുണ്ട് കുറച്ച് അധികം ആൾക്കാരുണ്ട് മാഷാ അല്ലാഹ് അങ്ങനെ ഞങ്ങളെ കുടുംബം ഉണ്ട് അപ്പൊ അതാ പറഞ്ഞത് ഞങ്ങള് കാരാപറമ്പ് പോകുമ്പോ ആ ടോപ്പിക്കാണ് ഇപ്പൊ പറയണത് കേട്ടോ അതില് വന്ന് പോയതാണിത് ഇത് എവിടെ എത്തി കൂടെ ഇനി എനിക്കൊരു ഓർമ്മ ഇട്ടിട്ടില്ല അത് ഇതിൽ കൂടെ മേലക്കൂടെ കാഞ്ഞിരം മേലക്കൂടെയാണ് സോറി വഴിയൊക്കെ മറന്നുപോയി കാരണം അങ്ങനെ അന്നൊക്കെ വരുന്നതാണ് സ്ഥിരം റൂട്ടായിട്ട്
ഇപ്പൊ ആ വഴിയൊക്കെ മറന്നുപോയി. ഇത് നേരെ പോണത് കീശേരിക്കാ. ഇത് വഴി തെറ്റിച്ചാലട്ടെ. വഴി തെറ്റിച്ചാലുള്ള വിഷയം എന്താ വെച്ചാലേ, ബാക്കിലാണെങ്കി പൂരപ്പറമ്പിന് നിക്കണ ആൾക്കാരന്മാർക്ക് അങ്ങനെ വണ്ടികളുണ്ടാവും. എടുത്തൂടെ ഇതൊരു കാര്യം ചെയ്യും, ഇവിടെ കയറി കുത്തുന്ന തന്നാലേ എടുത്തൂടെ. ഞാൻ ഓട്ടമല്ലോ, എനിക്ക് കാർ ഓട്ടം അറിയല്ലോ. നിങ്ങള് കാർ ഓട്ടം തരാഞ്ഞിട്ടല്ലേ. എന്താ അങ്ങനെ ഒരു നോട്ടം? ഞാൻ ഓട്ടൂല. എന്റെ കാറിന്റെ എഞ്ചിന്റെ ബുഷ് പോയി കിടക്ക. ഇവള് വണ്ടി ഓട്ടിട്ട് മൊറയൂര് പോയിക്കാണ്ട്, മൊറയൂരിന്ന് ഒരു ദിവസം വണ്ടി കൊടുത്തതാ. വെറും സ്പീഡ് പോയിക്കാണ്ട് വണ്ടി ഒക്കെ പെടണ്ട, ഗിയറും ക്ലച്ചിലും ഒന്നും പിടിച്ചാതെ ഞാൻ പറയട്ടെ ഒരാള് കാർ ഓട്ടുമ്പം അത് പഠിക്കുമ്പോ അങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. പക്ഷെ ഇത് ഞാൻ പഠിക്കാനും പറ്റൂല. പഠിക്കണം പറയാം. പക്ഷെ ഞാൻ പഠിക്കുമ്പോത്തിനും 2 ദിവസം പഠിപ്പിച്ചും പിന്നെ ഉണ്ടാവില്ല. ഒരു കാര്യം സ്ഥിരമായിട്ട് ചെയ്യുമ്പോഴല്ലേ അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും, പഠിക്കുള്ളൂ. ഇതങ്ങനെയല്ലേ, 2 ദിവസം പഠിപ്പിച്ചും പിന്നെ അത് ഒഴിവാക്കും. എന്നാലും മാഷാഅല്ലാ ഞാൻ അത്യാവശ്യം കുഴപ്പമില്ലാതെ ഓട്ടുണ്ട് ഇല്ലേ? ഞാൻ സമ്മതിച്ച അതായത് വണ്ടി പഠിക്കാന്ന് പറയാം, വണ്ടി മുറ്റത്തുണ്ടാവുമ്പോ ഇടക്കിടക്ക് വണ്ടി വന്ന് ബാക്കും മുന്നിക്കും അതൊക്കെ ഞാൻ അങ്ങനെ ബാക്കൊക്കെ മുമ്പ് കൊറേ കാലായി കൗങ്ങംപാറ. ഓക്കെ ഓർമ്മ ഇങ്ങനെ വരികയാണ്, ഏതി കൂടെ പോയത്, എങ്ങനെയൊക്കെ പോയത്. ഇതിൽ കൂടെ തന്നെയാണ്. റോട്ടില് പോസ്റ്റ് ഉണ്ടെങ്കിൽ വെച്ചിട്ടുണ്ട്. വളവൊക്കെ കാണുമ്പോ ബാക്കി പ്രത്യേക ഒരു കഴിവാണ്. വളക്കാനും തിരിക്കാനും പ്രത്യേക ഒരു ഉത്സാഹാണ്. ഹിൽ ടോപ്പിന്റെ വളവെത്തുമ്പോ ഉണ്ടാവില്ല നിങ്ങളെ മേത്തെ ഒരു ബാധ കൂടിയ പോലെ ഒരൊറ്റ വളക്കലും തിരിക്കലും. എന്താ റേസിംഗിന്റെ മൈൻഡ്. ഇപ്പൊ ഓർമ്മ വന്ന ഈ സ്ഥലം, ഈ വണ്ടിപ്പൂട്ട് കാണാൻ വേണ്ടിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നു. എനിക്ക് ഓർമ്മ ഉണ്ട്. ഇതാണ് കൗങ്ങംപാറ. ഇവിടെ ഇന്റെ അടുത്തുണ്ട് അതിന്റെ വീഡിയോസ് ഒക്കെ. അപ്പൊ ഈ റൂട്ടിലാണ് ഇതുണ്ടായിരുന്നത്, എന്ത് വണ്ടിപ്പൂട്ട്. അതിന് കൊറേ വീഡിയോസ് റീൽസ് ഒക്കെ ഉണ്ട് എന്റെ അടുത്ത്. ഞാൻ കൊറേ മുന്നേ യൂട്യൂബിൽ ഇടണോ എന്ത് നമുക്ക് ബാക്ക് കാണിക്കണമെങ്കിൽ പെട്ടെന്ന് ബാക്ക് ആവില്ല, പറ്റൂല. അത് കുട്ടികളൊക്കെ മാറ്റി നിക്കണത് കിഡ്സ്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെ കടപ്പ്. ഇവിടേക്ക് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞങ്ങളതിന് മഴക്കാലത്ത് വന്ന് ഞാന് റമീസ് കുഞ്ഞുട്ടിണ്ട്, ഞാന് ഷെരീഫ്, കുഞ്ഞുട്ടി വീട്, കുഞ്ഞുട്ടിണ്ട്, കുഞ്ഞുട്ടില്ല, കുഞ്ഞുട്ടി വീട് കാണണ്ട. ഞാന് ഷെരീഫ്, പിന്നെ കുഞ്ഞാപ്പു, റമീസ്, ഞങ്ങള് 4 ആൾക്കാര് അന്ന് വന്നിനി. ഇത് വണ്ടിപ്പൂട്ട് കാണാൻ എന്താ രസം എന്ന് പറയാം. ആദ്യമായിട്ടാണ് ഞങ്ങൾ വണ്ടിപ്പൂട്ട് കാണാൻ വരുന്നത്. നല്ല ഭയങ്കര എക്സ്പീരിയൻസ് തന്നെ. കുറെ വീഡിയോസിന്റെ കയ്യിലുണ്ട്. ഞാനത് എപ്പോഴേലും നമ്മളെ ഷോർട്സ് ആയിട്ട് ഇടുന്നുണ്ട്. നല്ല രസമാണ്, ഭയങ്കര ത്രില്ല്. മണ്ണ് എന്താ സംഭവം ഒന്നായിട്ട് മണ്ണിട്ട് വെച്ചിക്കണ്, വീടൊന്നായിട്ട് മണ്ണിട്ട് മൂടുക. അങ്ങനെ നമ്മൾ കറങ്ങി കൊണ്ടുപോയി ഒരു എത്ര പറഞ്ഞോ 10-15 കിലോമീറ്റർ വെറുതെ ചുറ്റിച്ചിക്കണേ. ഒരു മറ്റേ നമ്മള് ബ്ലോക്ക് ഇല്ലാതെ പോന്നില്ലേ, 10 മിനിറ്റ് നിക്കേണ്ട സ്ഥാനത്ത് ഇപ്പോ അരല്ല ഒരു 3/4 മണിക്കൂർ ചുറ്റിച്ചിക്കാണ്ടപ്പോ അത് കൊടുന്നേ ഓരോരോ. എനിക്ക് പിന്നെ റൂട്ട് അറിയാത്തോണ്ട് പിന്നെ ഒന്നും പറയണില്ല. എനിക്ക് റൂട്ട് അറിയണോണ്ടും അല്ലേ, റൂട്ട് അറിയണോണ്ട് ഇതൊക്കെ ഞാൻ നിർത്തി വെച്ചാല പറച്ചില് നമ്മളിത് കേക്കലില്ല. പക്ഷെ എന്താ വെച്ചാൽ ഇങ്ങനെ ഈ വിശ്വസനീയമായ രീതിയിൽ പറയുമല്ലോ പോലെ അപ്പോൾ കേൾക്കും. ആ കേക്കില് വൻ പൊട്ടത്തരായി എന്നുള്ളത് കുറച്ച് കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ. ഏതായാലും മനസ്സിലായി, ഇന്നും മനസ്സിലായി. കുറച്ചേരം ബ്ലോക്ക് നിന്നാ മതി, ഇനി നമുക്ക് കുഴപ്പമില്ല. ഇനി എനിക്ക് ഇഷ്ടല്ല ബ്ലോക്കിൽ നിക്കാന്. ബ്ലോക്ക് നിക്കണ ഇഷ്ടല്ല. ഇത് ഇങ്ങനെ കറങ്ങി ഏതേ മലന്റെ മേലെ കൂടെ എടുത്ത് ആടി ഒരു മല. ഗ്രാമീണമായ കാഴ്ചകൾ കണ്ടുപോന്നില്ലേ. ഗ്രാമീണത ഒന്നാമത് എനിക്ക് ഈ ബ്ലോക്ക് കൂടി ഇന്ത്യ കൂടി വലിയ താല്പര്യമില്ല വണ്ടി ഓടിക്കാൻ. അതിന്റെ അടിയിൽ കൂടെ ഓള് 10-20 കിലോമീറ്റർ പോന്നില്ലേ. ഞാൻ ഒന്നും പറയണില്ല. ഫൈനലി നമ്മൾ കൊണ്ടോട്ടി അങ്ങാടിയിൽ എത്തിയിരിക്കുകയാണ്. ഞാൻ എന്റെ വീട്ടിൽ എന്റെ നാട്ടിൽ സുഡിയോ വന്നിരിക്കുന്നു ഗൈസ്. സുഡിയോ മാറ്റണ്ട്, കൊണ്ടോട്ടിക്ക് മാറ്റണ്ട്. ഏതായാലും
അവിടെ അപ്പുറത്ത് മൈജി ഫ്യൂച്ചർ എത്തിക്കണ്. മൈജി ഫ്യൂച്ചർ ഫ്രണ്ട്സ് ഉണ്ട്. ഇവിടെ മെന്റ് അല്ലേ, മെന്റ് ഉണ്ട്. ഫുഡ് സ്പോട്ട് ഇല്ല. അതായത് ഫുഡ് സ്പോട്ട് കൊണ്ടോട്ടി വളരെ കുറവാണ്, വളരെ കുറവാണ്. അതിനി എന്താ പ്രായോഗികമായി വരും, അങ്ങനല്ലേ പറയാ. വരും ഇതെന്താ സർക്കാർ കൊണ്ടുവരാണല്ലോ ഫുഡ് സ്പോട്ടൊക്കെ. അതിനൊക്കെ ഞാനൊരു പക്ഷെ ഇവിടെ നല്ല ഫുഡ് സ്പോട്ട് എവിടെ ഉള്ളത് എനിക്കറിയാം. ഇവിടെ നമ്മളെ TNT ഷവായ ഒട്ടുമിക്ക TNT ഷവായ പക്ഷെ അത് മഞ്ചേരി ഇല്ല. TNT ഒന്നും മഞ്ചേരി ഇല്ലല്ലോ. എല്ലാം ഉണ്ട്. മൈജി ഫ്യൂച്ചർ മഞ്ചേരി ഇല്ല, TNT മഞ്ചേരി ഇല്ല. അങ്ങനെ ഇവിടെ എന്താ ബ്ലോക്കായി. ഇയാളെന്താ വണ്ടി നടുവ്. അങ്ങനെ എന്റെ നാട്ടിലെത്തിയപ്പോ എന്തോ ഒരു മനസ്സുഖം ഭാവാ. ഇതാണ് ഇഷ്ടല്ല. ഓ വീമ്പൂരിന് ഉണ്ടാക്കാൻ വരുന്നേ നമ്മടെ കുബ്ബ. ഞാൻ ഇതുവരെ കൊണ്ടോട്ടി കുബ്ബ ഞാൻ ഇതുവരെ ഇവിടെ കയറിയിട്ടില്ല. കൊണ്ടോട്ടി കുബ്ബയിൽ നമുക്കൊരു ഇതാണ് എന്റെ മദ്രസ. ഇത് ഞാൻ 1 മുതൽ +1 വരെ പഠിച്ച മദ്രസാണത്. ഞാൻ കുബ്ബന്റെ ഉള്ളൊക്കെ ഞാന് മദ്രസക്ക് പോണ ടൈം ആയോണ്ട് ഇപ്പോഴും കാണലുണ്ട്. ഫൈനലി അവളുടെ വീടെത്തിയാണ്. രണ്ടും നല്ല ഉറക്കത്തിലേനി. എന്റെ വീട്ടിലെത്തി. അതാ എന്ത് ജ്യൂസാ ബാവ? പൈനാപ്പിൾ ജ്യൂസ്. മമ്മി മരുവിന് ജ്യൂസ് കൊടുത്തു. ഫുഡ് എടുക്കട്ടെ. എന്തോ എങ്ങനെ ആ ചോദ്യത്തിനോട് ഒരു പ്രസക്തിയും ഇല്ല അല്ലേ. എന്തായാലും അവനവന്റെ വീട്ടിലേക്ക് എത്തുമ്പോ ഒരു മനസ്സിനൊരു കുളിർമയാണ്. അപ്പൊ കഴിക്കല്ലേ? കുറച്ച് മതിയോ? ഹൈലൈറ്റ് ബീഫാണല്ലേ നിങ്ങളെ? ബീഫ് കൊണ്ടാട്ടം. അമ്മ ഉണ്ടാക്കിയത് ബീഫ് കൊണ്ടാട്ടം. പിന്നെ ഫ്രൈഡ് റൈസ് ഉണ്ട്. പിന്നെ ചിക്കൻ കടായും കൊണ്ടാട്ടമാണ് അമ്മ ഉണ്ടാക്കിയത് ഇവിടെ. എങ്ങനെയുണ്ട് വാ ഫുഡ്? അങ്ങനെ കഴിഞ്ഞു. പെരുന്നാൾ ദിവസത്തെ കഴിഞ്ഞു. ഇനി ഇൻഷാ അല്ലാഹ് എന്റെ വീട്ടിൽ നിന്ന് എല്ലാവരും വരും. രണ്ടാം പെരുന്നാൾ 3-ാം പെരുന്നാൾ എന്നൊക്കെ ഉണ്ട്. അങ്ങനൊക്കെ ഉണ്ട്. അപ്പൊ ഏതായാലും ഇന്നത്തെ പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ഓക്കെ. നാളത്തെ വീഡിയോ ഇൻഷാ അല്ലാഹ് ഞാൻ എടുക്കണ്ട്. മറന്നിട്ടില്ലെങ്കിൽ ഞാൻ എടുക്കും. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈദ് മുബാറക്. സോറി. ബൈ.